ഇന്ത്യയെ ചൊറിഞ്ഞ ട്രംപിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ആദ്യം ട്രംപിനെതിരെ F-35 വിമാനങ്ങളുടെ 10 ബില്യൺ യൂറോ കരാർ റദ്ദാക്കി രംഗത്തെത്തിയത് സ്പെയിനാണ്. രണ്ടാമത് ആ നടപടി ഏറ്റെടുത്ത് സ്വിറ്റ്സർലാൻഡും രംഗത്തെത്തി. നാറ്റോ രാജ്യങ്ങളെ വെച്ച് ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പോലും ഈ രണ്ട് രാജ്യങ്ങളും വഴങ്ങുന്നില്ല എന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ട്രംപിനെ എതിരെ രംഗത്തെത്തിയിരിക്കുന്നത്, ഇന്ത്യ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് മറ്റൊരു യൂറോപ്യൻ രാജ്യമാണ്. ഈ യൂറോപ്യൻ രാജ്യത്തിൻ്റെ പേര് ഡെൻമാർക്ക് എന്നാണ്. ഡെൻമാർക്ക് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അതായത് യൂറോപ്യൻ രാജ്യം ഉചിതമായിട്ടുള്ള മറുപടിയാണ് ഇന്ത്യക്ക് അനുകൂലമായി ട്രംപിന് നൽകിയത്. താരിഫ് തർക്കത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായിട്ടുള്ള മറുപടി നൽകിയ ഇന്ത്യയിലെ ഡെൻമാർക്ക് അംബാസഡർ റാസ്മസ് അബിൽഗാർഡ് ക്രിസ്റ്റൻസൺ എന്ന വ്യക്തി ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയെ ഒരു നിർജ്ജീവ സമ്പദ് വ്യവസ്ഥയായി ഞങ്ങൾ കാണുന്നില്ല, പക്ഷേ അത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു പുറമെ പരസ്പരം പ്രയോജനകരമായിട്ടുള്ള കരാറുകളിൽ എത്തുന്നതിന് രാജ്യങ്ങൾക്കിടയിൽ നല്ല വിശ്വാസത്തോടെയുള്ള ചർച്ചകളും സംഭാഷണത്തിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഊന്നി പറയുകയാണ്. ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഡാനിഷ് അംബാസഡർ റാസ്മസ് അബിൽഗാർഡ് ക്രിസ്റ്റൻസൺ പറഞ്ഞത്, ഇന്ത്യ ഒരു നിർജ്ജീവ സമ്പദ് വ്യവസ്ഥയായി കാണുന്നത് തന്നെ ഒരു മണ്ടത്തരമാണ്, മറിച്ച് ലോകത്തിലെ വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെ നമുക്ക് അതൊരു ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റാമെന്നാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നു എന്നതാണ് ഇതിൻ്റെ തെളിവ് എന്ന് ഞാൻ കരുതുന്നു. അത് പരസ്പരം പ്രയോജനകരമാകുമെന്നും ഞാൻ കരുതുന്നു എന്നാണ് ഇപ്പോൾ റാസ്മസ് പറഞ്ഞിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനെയും ഇന്ത്യയെയും ബാധിക്കുന്ന താരിഫ് വിഷയത്തെക്കുറിച്ച് ഡാനിഷ് അംബാസഡർ റാസ്മസ് പറഞ്ഞു. തീർച്ചയായും ഒരു ഡാനിഷ് യൂറോപ്യൻ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ നിക്ഷേപത്തിനും വ്യാപാരത്തിനും വളരെ വാഗ്ദാനമുള്ള നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് ഞങ്ങൾ കരുതുന്നു. അതൊരു നിർജ്ജീവ സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ നിക്ഷേപത്തിനായി വരുന്നത്, ഇത്രയും രാജ്യങ്ങൾ കച്ചവടത്തിനായി എത്തുന്നത്? ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു ഡെൻമാർക്കിൻ്റെ കാഴ്ചപ്പാടും ഇതാണ്. എല്ലാവർക്കും ഇതറിയാം. നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അന്താരാഷ്ട്ര ക്രമത്തെയാണ് ഞങ്ങൾ അനുകൂലിക്കുന്നത്. അവിടെ വലിയ കളിക്കാരുടെയും ചെറിയ കളിക്കാരുടെയും മാത്രം പ്രശ്നമല്ല, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഔചിത്യം ഉപയോഗിച്ച് വേണമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഇന്ത്യക്ക് മേൽ 50% അമേരിക്ക തീരുവ ചുമത്തിയതിനെ അദ്ദേഹം മണ്ടത്തരമായിട്ടുള്ള തീരുമാനം, അതായത് ട്രംപിൻ്റെ ഏറ്റവും വിഡ്ഢിത്തരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടേണ്ട ആവശ്യകതയും അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ ഊന്നി പറയുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.